നമസ്കാരം. നമ്മളെല്ലാവരും നാളുകളായി കാത്തിരുന്ന ആ വാർത്ത ഒടുവിൽ വന്നിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അപ്പോ ആ ജനാധിപത്യ ഉത്സവത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതെ, കൊല്ലം ശരിക്കും ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോ മുക്കിലും മൂലയിലും ഇനി ഇലക്ഷന്റെ ആവേശമാണ്. ചായക്കടകളിലും കവലകളിലുമൊക്കെ ചർച്ചകൾക്ക് ചൂട് പിടിച്ചു തുടങ്ങി. ഈ തിരഞ്ഞെടുപ്പ് കൊല്ലത്തിന്റെ ഭാവിയെ എങ്ങനെയാവും മാറ്റാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എപ്പോഴാണ് വോട്ടെടുപ്പ് എന്നുള്ളതാണ്. പഞ്ചായത്ത് മുതൽ കോർപ്പറേഷൻ വരെയുള്ള തിരഞ്ഞെടുപ്പ് തീയതികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ തിരഞ്ഞെടുപ്പിന്റെ ഹൃദയമിടിപ്പ് എന്ന് തന്നെ പറയാവുന്ന കുറച്ചു കണക്കുകളും തീയതികളുമാണ്. എത്ര പേരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, എപ്പോഴാണ് നമ്മൾ ആ വിധി എഴുതുന്നത്, എല്ലാത്തിനുമുള്ള ഉത്തരം ഇതാ. ഈ സംഖ്യയിലേക്കൊന്ന് നോക്കൂ. 22,71,343. ഇതൊരു വെറും നമ്പറല്ല കേട്ടോ. കൊല്ലം ജില്ലയുടെ ഭാവി ആരുടെ കയ്യിലെന്ന് തീരുമാനിക്കാൻ പോകുന്ന ജനങ്ങളുടെ എണ്ണമാണത്. ഓരോ വോട്ടിനും എന്തുമാത്രം വിലയുണ്ടെന്ന് ഈ വലിയ സംഖ്യ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ 2 തീയതികൾ നിങ്ങളുടെ കാലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഡിസംബർ 9 ഒരു ചൊവ്വാഴ്ചയാണ് നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. പിന്നെ അധികം കാത്തിരിപ്പൊന്നുമില്ല. വെറും 4 ദിവസം കഴിഞ്ഞ് ഡിസംബർ 13 ശനിയാഴ്ച രാവിലെ മുതൽ ഫലങ്ങൾ വന്നു തുടങ്ങും. അപ്പോ ഈ കണക്കുകളും തീയതികളുമൊക്കെ ഒരു ഭാഗത്ത്, പക്ഷെ അതിനെല്ലാം അപ്പുറം ഈ തെരഞ്ഞെടുപ്പ് കൊല്ലത്തിന് എന്താണ്? ഇതൊരു വെറും ഭരണപരമായ നടപടി മാത്രമല്ല, ഇത് നാടിന്റെ ഓരോ സ്പന്ദനവും അറിയുന്ന ആളുകൾ ഒന്നിക്കുന്ന ഒരു വലിയ ജനാധിപത്യ ഉത്സവമാണ്. സത്യത്തില് നമ്മുടെ കേരളത്തിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ലോകം മുഴുവൻ ഒരു നോട്ടമുണ്ട്, അറിയാമോ? ഇത്രയധികം ആളുകൾ വോട്ടു ചെയ്യുന്നത്, ആ ഒരു രാഷ്ട്രീയ ചർച്ചകളുടെ ചൂട്, സാധാരണക്കാരുടെ പങ്കാളിത്തം, ഇതെല്ലാം പുറത്തുള്ളവരെ വരെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. കൊല്ലവും ആ വലിയ ചിത്രത്തിന്റെ ഭാഗമാവുകയാണിപ്പോൾ. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, മലയാളി സമൂഹം ഈ തെരഞ്ഞെടുപ്പ് ദിനങ്ങളെ ഒരു ഉത്സവമാക്കി മാറ്റുമെന്ന്. അത് എത്ര ശരിയാണ്, അല്ലേ? പല രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാകാം, എന്നാലും നാടിന്റെ കാര്യത്തില് നമ്മളെല്ലാവരും ഒന്നിക്കുന്ന ഒരു ആഘോഷം കൂടിയാണിത്. ആ ഒരു എനർജിയാണ് ഇപ്പോ കൊല്ലത്തിന്റെ തെരുവുകളിലും കാണാൻ കഴിയുന്നത്. അപ്പോ ഈ ഇലക്ഷൻ ആവേശത്തിന്റെ ഓരോ നിമിഷവും ഓരോ റിസൾട്ടും ലൈവായി അറിയാൻ നിങ്ങൾക്കാഗ്രഹം കാണുമല്ലോ. നിങ്ങൾ ലോകത്തെവിടെയാണെങ്കിലും ഏറ്റവും പുതിയ വിവരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താൻ ഒരു വഴിയുണ്ട്. കൊല്ലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും, സ്ഥാനാർത്ഥികൾ ആരാണ്, ഏറ്റവും പുതിയ വാർത്തകൾ, പിന്നെ റിസൾട്ട് വരുന്ന ദിവസം ലൈവ് അപ്ഡേറ്റ്സ് വരെ എല്ലാം ഈ ഒരൊറ്റ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. കേരള പഞ്ചായത്ത് ഇലക്ഷൻ 2025.online/കൊല്ലം. എല്ലാം കൃത്യമായി ഇതിലുണ്ടാകും. അപ്പോ നമ്മൾ കണ്ടതുപോലെ ഇതൊരു രാഷ്ട്രീയ പ്രക്രിയ മാത്രമല്ല, അതിലുപരി ഒരു സാമൂഹിക ആഘോഷം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ വലിയ ജനാധിപത്യ ഉത്സവത്തിൽ എന്റെ പങ്ക് എന്തായിരിക്കും? വോട്ട് ചെയ്തും നല്ല ചർച്ചകളിൽ പങ്കെടുത്തും ശരിയായ വിവരങ്ങൾ ഷെയർ ചെയ്തും നമുക്കോരോരുത്തർക്കും ഇതിന്റെ ഭാഗമാകാം. ഒന്നാലോചിച്ചു നോക്കും.